കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. താഴെ പറയുന്നവരിൽ ആരുടെ അധ്യക്ഷതയിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത്? വി ആർ കൃഷ്ണനെഴുത്തച്ഛൻ. താഴെ പറയുന്നവരിൽ ആരുടെ അധ്യക്ഷതയിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത്? വി ആർ കൃഷ്ണനെഴുത്തച്ഛൻ. മലയാളക്കരയിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിൽ. മലയാളക്കരയിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിൽ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചത് ആര്? ബി എൻ റാവു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചത് ആര്? ബി എൻ റാവു. 6 വയസ്സിനും 14 വയസ്സിനുമിടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊരുക്കാൻ രക്ഷിതാക്കളെ ചുമതലപ്പെടുത്തുന്ന കർത്തവ്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86. 6 വയസ്സിനും 14 വയസ്സിനുമിടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊരുക്കാൻ രക്ഷിതാക്കളെ ചുമതലപ്പെടുത്തുന്ന കർത്തവ്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86. പാർലമെന്റിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം? 11 മണി. പാർലമെന്റിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം 11 മണി. നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. 2016 വീശിയടിച്ച വർധ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യമേത്? പാകിസ്ഥാൻ. 2016 വീശിയടിച്ച വർധ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യമേത്? പാകിസ്ഥാൻ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ്? 47. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ്? 47. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ആൻഡ് ക്യാഷ്ലെസ് കോളനി? നെടുങ്കയം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ആൻഡ് ക്യാഷ്ലെസ് കോളനി? നെടുങ്കയം. ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ? മുഹമ്മദ് ബിൻ തുഗ്ലക്. ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. പുതുവത്സരാഘോഷങ്ങൾ നിരോധിച്ച മുഗൾ ഭരണാധികാരി ആര്? ഔറംഗസേബ്. പുതുവത്സരാഘോഷങ്ങൾ നിരോധിച്ച മുഗൾ ഭരണാധികാരി ആര്? ഔറംഗസേബ്. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്ന്? 1949 നവംബർ 23. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്ന്? 1949 നവംബർ 23. വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ജഹാംഗീർ. വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ജഹാംഗീർ. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ജയപ്രകാശ് നാരായൺ. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ജയപ്രകാശ് നാരായൺ. നീൽ ദർപ്പൺ എന്ന ബംഗാളി നാടകത്തിന്റെ രചയിതാവ് ആര്? ദീനബന്ധു മിത്ര. നീൽ ദർപ്പൺ എന്ന ബംഗാളി നാടകത്തിന്റെ രചയിതാവ് ആര്? ദീനബന്ധു മിത്ര. ഹിതകാരിണി സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? വീരേശലിംഗം. ഹിതകാരിണി സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വീരേശലിംഗം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമേത്? ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമേത്? ബംഗാൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം? ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഇന്ത്യ. താഴെ പറയുന്നവയിൽ ദേശസാൽകൃത ബാങ്ക് ഏത്? ബാങ്ക് ഓഫ് ബറോഡ. താഴെ പറയുന്നവയിൽ ദേശസാൽകൃത ബാങ്ക് ഏത്? ബാങ്ക് ഓഫ് ബറോഡ.
ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം 1969. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം 1969. റൂർക്കേലയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? ജർമ്മനി. റൂർക്കേലയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? ജർമ്മനി. വില്ലുവണ്ടി യാത്രാ സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? അയ്യങ്കാളി. വില്ലുവണ്ടി യാത്രാ സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. അമോഘവർഷന്റെ കവിരാജമാർഗം ഏത് ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ്? കന്നഡ. അമോഘവർഷന്റെ കവിരാജമാർഗം ഏത് ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ്? കന്നഡ. കർണാടകയിൽ രൂപം കൊണ്ട വീരശൈവ പ്രസ്ഥാനത്തിന്റെ നേതാവ്? ബസവണ്ണ. കർണാടകയിൽ രൂപം കൊണ്ട വീരശൈവ പ്രസ്ഥാനത്തിന്റെ നേതാവ് ബസവണ്ണ. അക്ബറിന്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ആര്? ദസ്വന്ത്. അക്ബറിന്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ആര്? ദസ്വന്ത്. ചുവന്ന വെളിച്ചത്തിൽ പച്ചനിറത്തിലുള്ള ഇല ഏത് നിറത്തിലായിരിക്കും കാണപ്പെടുക? കറുപ്പ്. ചുവന്ന വെളിച്ചത്തിൽ പച്ചനിറത്തിലുള്ള ഇല ഏത് നിറത്തിലായിരിക്കും കാണപ്പെടുക? കറുപ്പ്. ആധുനിക ടെന്നീസിൽ പ്രൊഫഷണൽ യുഗം ഏറ്റവും കൂടുതൽ സിംഗിൾസ് കിരീടം നേടിയ താരം? സെറീന വില്യംസ്. ആധുനിക ടെന്നീസിൽ ഏറ്റവും കൂടുതൽ സിംഗിൾസ് കിരീടം നേടിയ താരം സെറീന വില്യംസ്. ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് എവിടെ? കേരളം. ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് എവിടെ? കേരളം. ചൈൽഡ് ലൈൻ സ്ഥാപിതമായ വർഷം? 1996. ചൈൽഡ് ലൈൻ സ്ഥാപിതമായ വർഷം 1996. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ കൊമഗത മാരു സംഭവവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനം ഏത്? ഗദ്ദാർ പാർട്ടി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ കൊമഗത മാരു സംഭവവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനം ഗദ്ദാർ പാർട്ടി. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആര്? മുഹമ്മദ് ഇക്ബാൽ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ. 1946 നടന്ന നാവിക കലാപം ആരംഭിച്ചത് ഏത് കപ്പലിലെ നാവികരായിരുന്നു? INS തൽവാർ. 1946 നടന്ന നാവിക കലാപം ആരംഭിച്ചത് ഏത് കപ്പലിലെ നാവികരായിരുന്നു? INS തൽവാർ. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1914. കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന്? 2012 നവംബർ 1. കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന് 2012 നവംബർ 1. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? കൊൽക്കത്ത. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത് എന്ന്? നവംബർ 19. ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത് നവംബർ 19. മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും അവരുടെ മണ്ഡലത്തിലെ ഒരു ഗ്രാമത്തെ ദത്തെടുത്ത് മാതൃകാ ഗ്രാമമായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് സൻസദ് ആദർശ് ഗ്രാമ യോജന. മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും അവരുടെ മണ്ഡലത്തിലെ ഒരു ഗ്രാമത്തെ ദത്തെടുത്ത മാതൃകാ ഗ്രാമമായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് സൻസദ് ആദർശ് ഗ്രാമ യോജന. കേരളാംകുണ്ട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ. കേരളാംകുണ്ട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധവ്യഞ്ജന മ്യൂസിയം എവിടെ? കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധവ്യഞ്ജന മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച്? മുഴുപ്പിലങ്ങാട്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആര്? സുഗതകുമാരി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി. ശബ്ദത്തെ വൈദ്യുത വ്യതിയാനങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. ശബ്ദത്തെ വൈദ്യുത വ്യതിയാനങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ.
ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഷിക് ടെസ്റ്റ്. ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഷിക് ടെസ്റ്റ്. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നത് ഭൗമവികിരണം. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നത് ഭൗമവികിരണം. ഏറ്റവും ഭാരം കൂടിയ വാതകം ഏത്? റാഡോൺ. ഏറ്റവും ഭാരം കൂടിയ വാതകം റാഡോൺ. പ്രകൃതിയിൽ ഏറ്റവും സുലഭമായി കാണുന്ന ഹാലജൻ ഏത്? അസറ്റാറ്റിൻ. പ്രകൃതിയിൽ ഏറ്റവും ദുർലഭമായി കാണുന്ന ഹാലജൻ ഏത്? അസറ്റാറ്റിൻ. എൻഡോസൾഫാനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകമേത്? ഓർഗാനോക്ലോറിൻ. എൻഡോസൾഫാനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകമാണ് ഓർഗാനോക്ലോറിൻ. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്ന്? 2008 നവംബർ 4. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചതെന്ന് 2008 നവംബർ 1. 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച മേഖല സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച മേഖല സുസ്ഥിര വികസനം. താഴെ കൊടുത്തവയിൽ പട്ടികവർഗ ക്ഷേമകാര്യങ്ങൾക്കായി ഒരു പ്രത്യേക മന്ത്രി നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്ന സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. താഴെ പറയുന്നവയിൽ പട്ടികവർഗ ക്ഷേമകാര്യങ്ങൾക്കായി ഒരു പ്രത്യേക മന്ത്രി നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2017 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 17.64%. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 17.64%. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതന്റെ പ്രവർത്തന ഫലമായി പാസാക്കിയ നിയമം വിവരാവകാശ നിയമം. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതന്റെ പ്രവർത്തന ഫലമായി പാസാക്കിയ നിയമമാണ് വിവരാവകാശ നിയമം. ഗിർന നദി പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി ഏത്? താപ്തി. ഗിർന നദി പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി ഏത്? താപ്തി. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത് എന്ന്? 2006 ഒക്ടോബർ 26. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. നീതി ആയോഗ് ഉപാധ്യക്ഷൻ ആര്? സുമൻ കെ ബെറി. നീതി ആയോഗ് ഉപാധ്യക്ഷൻ ആര്? സുമൻ കെ ബെറി. റിയോ ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരം സാക്ഷി മാലിക്. റിയോ ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് സാക്ഷി മാലിക്. സ്വരാജ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? അരവിന്ദ് കെജ്രിവാൾ. സ്വരാജ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? അരവിന്ദ് കെജ്രിവാൾ.